ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഒരു ഈസ്റ്റർ ആശംസകൾ നേർന്നു കൊള്ളുന്നു. അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Hello everyone, welcome to today's maths class. So today we are going to learn about shapes, angles, lines, perimeter and area in a fun and easy way. Rectangle, then triangle, then circle, square. Rectangle 4 side ആണ്, പിന്നെ triangle 3 side ആണ്, circle side ഉണ്ടാവില്ല, no sides. then square 4 side ആണ്. ഒരു എക്സാമ്പിൾ പറയാൻ റെക്ടാങ്കിൾ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക്, പിന്നെ വിൻഡോ, ഇതൊക്കെ ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് ട്രയാങ്കിളിൻ്റെ 3 സൈഡാണ്, അപ്പോൾ അത് പിസ്സ സ്ലൈസ്. നെക്സ്റ്റ് സർക്കിൾ 9 സൈഡ്സ് ആണ്, അപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് ക്ലോക്ക് പറയാം. സ്ക്വയറിന് 4 സൈഡാണ്, അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്നത് എവിടെയാണ്? ടൈലാണ് നമ്മൾ നടക്കുന്നത്. റൂമിൻ്റെ ഉള്ളിൽ ടൈലാണ്. അപ്പോൾ ടൈല് നിങ്ങൾ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് പറ്റും. ടൈലിന് എന്താ പറയുക, സ്ക്വയർ ഷേപ്പാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ? ഇതാണ് പറയുന്നത്. സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഇത് റെക്ടാങ്കിൾ. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ, സർക്കിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ. ഇതാണ് ബേസിക് ഷേപ്സ്. ഒരു ആക്ടിവിറ്റി look around your room. And find 2 objects for each shape. Look around your room and find 2 objects for each shape. But ഞാനിപ്പോൾ നിൽക്കുന്ന റൂമിൽ തന്നെ ക്ലോക്കിനെ എനിക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സർക്കിളാണ് വരുന്നത്, ക്ലോക്കിൻ്റെ ഷേപ്പ് വന്നിട്ട് സർക്കിളാണ്. അപ്പോൾ ഫൈൻഡ് 2 ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് ഉണ്ട്, പിന്നെ എന്താ പറയുക, സ്ക്വയർ ഉണ്ട്, അതായത് ടൈലുണ്ട്. ക്ലോക്ക് ഉണ്ട്, ടൈലുണ്ട്. ഒബ്ജക്ട്സ് പറയാൻ പറഞ്ഞിട്ടോ, ഒബ്ജക്ട്സാണ് നമ്മുടെ ഒബ്ജക്ട്സാണ് പറയാൻ പറഞ്ഞത്. അപ്പോൾ ക്ലോക്ക് ഉണ്ട്, ദെൻ ടൈലുണ്ട്. ഒബ്ജക്ട്സ് ഫോർ ഈച്ച് ഷേപ്പ്. ക്ലോക്കിന് സർക്കിൾ ഷേപ്പാണ്, ദെൻ ടൈലിന് ഏത് ഷേപ്പാണ്? സ്ക്വയർ ഷേപ്പ്. ലൈൻസ് ആൻഡ് ആങ്കിൾസിൽ തന്നെ ലൈൻസിൽ ഫസ്റ്റ് വരുന്ന സ്ട്രേറ്റ് ലൈൻ ഉണ്ട്, കർവ് ലൈൻ ഉണ്ട്. സ്ട്രേറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരായ രേഖ, പിന്നെ കർവ് ലൈൻ എന്ന് പറഞ്ഞാൽ വളഞ്ഞ പോലെ ഇരിക്കും. അതാണ് വളഞ്ഞ രേഖയാണ് നമ്മൾ കർവ് ലൈൻ എന്ന് പറയുന്നത്. പിന്നെ ഇരിക്കും. സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, കർവ് ലൈൻ എന്ന് പറയുമ്പോൾ കർവ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ കർവ് ലൈൻ എന്ന് പറയുന്നത്. പിന്നെ ആംഗിൾസിൽ റൈറ്റ് ആംഗിൾ ഉണ്ട്, എക്യൂട്ട് ആംഗിൾ ഉണ്ട്, ഒബ്റ്റ്യൂസ് ആംഗിൾ ഉണ്ട്. റൈറ്റ് ആംഗിൾ 90 ഡിഗ്രിയാണ്. ദെൻ എക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, അത് സ്മോൾ ആംഗിളാണ്. ദെൻ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 90 ഡിഗ്രി, അത് ലാർജ് ആംഗിളാണ്. റെക്ടാംഗിൾ എന്ന് പറയുമ്പോൾ റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി. റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, എൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. എൽ ഷേപ്പിലായിരിക്കും റെക്ടാംഗിൾ ഇരിക്കുന്നത്. സോ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എൽ ഷേപ്പിലായിരിക്കും. പിന്നെ എക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ആയിരിക്കും, ഇങ്ങനെയാണ്. ഗ്രേറ്റർ ദാൻ 90 സ്മോൾ ആയിരിക്കും, അതാണ് എക്യൂട്ട് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ലാർജ് ആയിരിക്കും, ഇങ്ങനെയായിരിക്കും. അതാണ് 90 ലെസ് ദാൻ 90 ഡിഗ്രി ലാർജ് ആയിരിക്കും, ബിഗ് ആയിരിക്കും. അതാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നത്. റൈറ്റ് ആംഗിൾ എപ്പോഴും എൽ ഷേപ്പിലായിരിക്കും. എക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉണ്ടാവുള്ളൂ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, ലാർജ്, ബിഗ് എന്ന് പറയുന്നത്. പെരിമീറ്റർ ആൻഡ് ഏരിയ. പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ടോട്ടൽ ലെങ്ത് അറൗണ്ട് ഷേപ്പ്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഇൻസൈഡ് ഷേപ്പ്. അതായത് പെരിമീറ്റർ എന്ന് പറഞ്ഞൊരു രൂപത്തിൻ്റെ ചുറ്റുമുള്ള ഒരു അളവിന് പറയുന്നതാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപത്തിൻ്റെ ഉള്ളിലുള്ള സ്പേസിനെയാണ് നമ്മൾ എന്താണ് ഏരിയ എന്ന് പറയുന്നത്. രൂപത്തിൻ്റെ ഉള്ള മൊത്തം നീളത്തിനെയാണ് നമ്മൾ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലത്തെ പറയുന്നതാണ് നമ്മൾ, അതിന് സ്പേസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ക്വയറിൻ്റെ ഒരു എക്സാമ്പിൾ പെരിമീറ്ററിൽ കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്വയറിന് 4 സൈഡ്സ് ആണ് ഉള്ളത്. ഇപ്പോൾ എന്താ പറയുക 4 ഇൻറ്റു 7, അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണ് വിചാരിക്കും. അപ്പോൾ 4 ഇൻറ്റു 4 എത്രയാണ് 16 സെൻറ്റിമീറ്റർ. ഇതാണ് സ്ക്വയറിൽ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെരിമീറ്റർ കാണാനായിട്ടായിട്ട് പറഞ്ഞു 4 ഇൻറ്റു 7 എന്ന് പറയുന്നത് പെരിമീറ്റർ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ കണ്ടു. ഇനി റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ 4 സൈഡാണ്. ഇപ്പോൾ ലെങ്ത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് 4 സെൻറ്റിമീറ്റർ ആണ്. ബ്രെഡ്ത്ത് അതിൻ്റെ ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്തിന് ഒരു 5 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ ഞാൻ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇൻറ്റു L പ്ലസ് B, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ റെക്റ്റാങ്കിൾ വരുന്നത്. 2 ഇൻറ്റു L പ്ലസ് B എന്ന് പറയുമ്പോൾ 4 പ്ലസ് 5, 4 പ്ലസ് 5 4 എടുത്തു, 5 കഴിഞ്ഞപ്പോൾ നമ്പർ 6 7 8 9, 2 ഇൻറ്റു 9 എത്രയാണ് 18. അപ്പോൾ 18 ആണ് ഇവിടുത്തെ 18 സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്ററിൽ വരുന്നത്. ഇനി നമുക്ക് ഏരിയ എന്താ നോക്കാം. പെരിമീറ്റർ നമ്മൾ സ്ക്വയറിൽ കണ്ടു 4 ഇൻറ്റു 7, റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു L പ്ലസ് B. ഏരിയ നമ്മൾ പറഞ്ഞു സ്പേസ് ഇൻസൈഡ് ഷേപ്പ്. ഏരിയ നമ്മൾ പറഞ്ഞു സ്പേസ് ഇൻസൈഡ് ഷേപ്പാണ്. രൂപത്തിൻ്റെ ഒരു സ്ഥലത്തിനെ പറയുന്നതാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്നത്. ഏരിയ സ്ക്വയറിന് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് പറയും, സൈഡ് സ്ക്വയർ എന്ന് പറയും, സൈഡ് ഇൻറ്റു സൈഡ്. അതാണ് ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ. അപ്പോൾ 4 ഇൻറ്റു 4 60 സെൻറ്റിമീറ്റർ ഇവിടെ സ്ക്വയറിന് എഴുതിയിടണം. കാരണം സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ സൈഡ് സ്ക്വയർ ആണ്. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയാം. അപ്പം ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്, അതായത് സൈഡ് ഇൻറ്റു സൈഡ്. അപ്പം 16 സെൻറ്റിമീറ്റർ സ്ക്വയറിന് എഴുതുന്നു. പെരിമീറ്ററിൽ നമ്മൾ സ്ക്വയറിനൊന്നും ഇട്ടിട്ടില്ല, കാരണം അത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു സൈഡ് മാത്രമേ ഉള്ളൂ. ഇത് ഏരിയ ആണ്. അപ്പോൾ ഏരിയ എന്ന് നമ്മൾ സ്ക്വയർ എഴുതണം. നെക്സ്റ്റ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 4 ഇൻറ്റു 4 16 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതണം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സ്ക്വയറിൽ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ എ സ്ക്വയർ ആണ്. 4 സെൻറ്റിമീറ്റർ, 4 ഇൻറ്റു 4 16 സെൻറ്റിമീറ്റർ സ്ക്വയർ ഇൻറ്റു റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അവിടെ നമ്മൾ സ്ക്വയർ എഴുതണം, കാരണം ഇത് ഏരിയ ആണ്. ഏരിയ ആയ കാരണമാണ് നമ്മൾ സ്ക്വയർ ഇട്ടത്. പെരിമീറ്ററിൽ നമ്മൾ സ്ക്വയർ ഇടുന്നില്ല, അവിടെ സെൻറ്റിമീറ്റർ, അവിടെ ഇതൊന്ന് യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ സ്ക്വയർ ആണ്, യൂണിറ്റ് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇവിടെ യൂണിറ്റ് വരുന്നത്. ഇപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ. 4 ഇൻറ്റു 4 എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്റർ സ്ക്വയർ. സൈഡ് ഇൻറ്റു സൈഡ് നമ്മളിന്ന് പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷേപ്സിനെ കുറിച്ച് പഠിച്ചോളൂ. ആ ഷേപ്സിൽ തന്നെ 4 ബേസിക് ഷേപ്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് 4 ബേസിക് ഷേപ്സ്? റെക്റ്റാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് കണ്ടു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈൻസിനെ കുറിച്ചും ആംഗിൾസിനെ കുറിച്ചും പഠിച്ചില്ല. ലൈൻസ് എന്ന് പറയുന്നത് 2 തരം ലൈനുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ നേരായിട്ടുള്ള രേഖനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. കേർവ്ഡ് ലൈൻ എന്ന് പറയുമ്പോൾ വളഞ്ഞ രേഖനെയാണ് നമ്മൾ കേർവ്ഡ് ലൈൻ എന്ന് പറയുന്നത്. 3 തരം ആംഗിൾസ് നമ്മൾ പഠിച്ചിരുന്നു. റൈറ്റ് ആംഗിൾ പഠിച്ചിരുന്നു, പിന്നെ എക്യൂട്ട് ആംഗിൾ പഠിച്ചിരുന്നു, പിന്നെ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്താണെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കിൻ്റെ മൂല, നിങ്ങൾ ബുക്കിൻ്റെ മൂല കണ്ടിട്ടുണ്ട്. ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ മൂല എൽ ഷേപ്പിലായിരിക്കും. ഇങ്ങനെയാണ് ബുക്ക് വരുന്നത്. അപ്പോൾ ഇത് എൽ ഷേപ്പിലാണ്. അപ്പോൾ അത് 90 ഡിഗ്രി. ഇതാണ് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എക്യൂട്ട് ആംഗിൾ ആണ്. നമ്മൾ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെയാണ് എക്യൂട്ട് ആംഗിൾ വരുന്നത്. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ 90 ആണ്, സ്മോൾ ആണ്.
ഒപ്റ്റ്യൂസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അത് നമ്മൾ എന്താണ് ലെസ് ദാൻ 90, അത് ലാർജുമാണ്. ബിഗ് ആംഗിളിനാണ് നമ്മൾ ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നത്. സ്മോൾ ആംഗിളിന് നമ്മൾ എക്യൂട്ട് ആംഗിൾ എന്ന് പറയും. റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ബുക്കിൻ്റെ മൂല. നെക്സ്റ്റ് പറയും ബുക്കിൻ്റെ കോർണർ, അതിനാണ് നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. പിന്നെ പെരിമീറ്റർ ആൻഡ് ഏരിയ നമ്മൾ കണ്ടു അല്ലേ. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്വയറിൻ്റെയും കണ്ടു, അതോടൊപ്പം തന്നെ റെക്റ്റാങ്കിളിൻ്റെയും കണ്ടു. സ്ക്വയർ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് 4 ഇൻറ്റു സൈഡാണ് സ്ക്വയർ വന്നിട്ട് പെരിമീറ്റർ. അവിടെ സ്ക്വയേഴ്സ് നമ്മൾ യൂസ് ചെയ്യത്തില്ല, കാരണം അത് പെരിമീറ്റർ ആണ്. ഏരിയയിലാണ് നമ്മൾ യൂണിറ്റ് സ്ക്വയർ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ 4 ഇൻറ്റു ഏനെയാണ് നമ്മൾ സൈഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ 2 ഇൻറ്റു L + B. കാരണം അവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും വരുന്നുണ്ട്, നീളവും വരുന്നുണ്ട്, പിന്നെ ബ്രെഡ്ത്തും വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലെങ്ത്ത് ബ്രെഡ്ത്ത് അവിടെ കൊടുക്കുന്നത്. അതാണ് പെരിമീറ്ററാണ്. ഇനി ഏരിയ കാണുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? സൈഡ് സ്ക്വയർ ആണ് ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത്. സൈഡ് ഇൻറ്റു സൈഡ് A സ്ക്വയർ എന്ന് പറയും. അപ്പോഴാണ് നമ്മളിവിടെ സെൻറ്റിമീറ്റർ സ്ക്വയർ ഒക്കെ കൊടുക്കുന്നത്. ഇനി ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതാണ് ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആയിരുന്നു. പക്ഷേ ഏരിയയിൽ നമ്മൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഇനി ഹോംവർക്കാണ്. ഫൈൻഡ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ, സൈഡ് 5 സെൻറ്റിമീറ്റർ. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ കാണണം, സൈഡ് 5 സെൻറ്റിമീറ്റർ ആണ്. അതൊരു ആദ്യത്തെ ഹോംവർക്ക്. രണ്ടാമത്തെ ഹോംവർക്ക് ഫൈൻഡ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, ലെങ്ത് 8, ബ്രെഡ്ത്ത് 3. അപ്പോൾ എന്താണ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ നമ്മൾ കാണണം. ഏരിയ ഓഫ് റെക്റ്റാങ്കിളിൻ്റെ ഫോർമുല വന്നിട്ട് എന്താണ്? ഏരിയ ഓഫ് റെക്റ്റാങ്കിളിൻ്റെ ഫോർമുല വന്നിട്ട് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. പിന്നെ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഞാൻ ഇതിൻ്റെ ഫോർമുല പറയും, നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമൻസിൽ വന്ന് അറിയിക്കണം. ഓക്കെ. പിന്നെ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഇൻറ്റു സൈഡ്. അപ്പോൾ പെരിമീറ്ററിൽ സ്ക്വയർസ് യൂസ് ചെയ്യത്തില്ല, ഏരിയയിലാണ് നമ്മൾ സ്ക്വയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ആൻസർ കമൻറ്റിൽ വന്ന് അറിയിക്കണം. Great job students. Now you can identify shapes and calculate perimeter and area. Practice more and observe maths around you. Thanks for watching. See you next video. Bye.